കേരളത്തിന്റെ അധികാര ചരിത്രത്തിൽ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് വയനാട്. നൂറ്റാണ്ടുകളോളം പാർശ്വവൽക്കരിക്കപ്പെട്ട പണിയ വിഭാഗത്തിൽ നിന്നും ഇന്ത്യയിൽ ആദ്യമായ ഒരു വ്യക്തി നഗരസഭാ അധ്യക്ഷ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കൽപ്പറ്റ നഗരസഭയുടെ അമരക്കാരനായി പി വിശ്വനാഥൻ ചുമതലയേൽക്കുമ്പോൾ അത് സാമൂഹിക നീതിയുടെ പുതിയൊരു നാഴികക്കല്ലാവുകയാണ്. പ്രതിസന്ധികളെ അതിജീവിച്ച് രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലേക്ക് അദ്ദേഹം നടത്തിയ യാത്രയെക്കുറിച്ചുള്ള പ്രത്യേക റിപ്പോർട്ട് കാണാം ഇനി. അടിമത്തത്തിന്റെ കറുത്ത പാടുകൾ മായ്ച്ചുകൊണ്ട് അധികാരത്തിന്റെ പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ് കൽപ്പറ്റ നഗരസഭാ പിതാവ് പി വിശ്വനാഥൻ. പാർശ്വവൽക്കരിക്കപ്പെട്ട ആദിവാസി പണിയ വിഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ നഗരസഭാ പിതാവായി അദ്ദേഹം ചാർജ് എടുത്തു കഴിഞ്ഞു. അതിജീവനത്തിന്റെ അടയാളമായി മാറിയ ആ വിശേഷങ്ങളിലേക്ക്. വയനാടിന്റെ മണ്ണിൽ കാലങ്ങളായി അധ്വാനിക്കുകയും എന്നാൽ അധികാരത്തിന്റെ അകത്തളങ്ങളിൽ നിന്നും എന്നും മാറ്റി നിർത്തപ്പെടുകയും ചെയ്ത ഒരു ജനതയുടെ അതിജീവനത്തിന്റെ കഥയാണിത്. പരിമിതികളുടെയും അവഗണനകളുടെയും കയ്പുനീർ കുടിച്ചു വന്ന പണിയ വിഭാഗത്തിന്റെ ഇടയിൽ നിന്നാണ് പി വിശ്വനാഥൻ എന്ന നേതാവ് ഉയർന്നു വരുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കാൻ വിധിക്കപ്പെട്ടവർ എന്ന് മുദ്രകുത്തപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്നും നഗരത്തിന്റെ ഭരണാധികാരി എന്ന നിലയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ദൂരം ഒട്ടേറെ പോരാട്ടങ്ങൾ നിറഞ്ഞതാണ്. കൽപ്പറ്റ നഗരത്തിലെ എടഗുനി ഡിവിഷനിൽ നിന്നും ജനവിധി തേടി നഗരസഭയുടെ അധ്യക്ഷ പദവിയിൽ എത്തുമ്പോഴും വിശ്വനാഥന്റെ ജീവിതത്തിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. പൊട്ടിപ്പൊളിഞ്ഞ ഒരു കൊച്ചു വീടിന്റെ മൺചുമരുകൾക്കുള്ളിൽ നിന്നുമാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ സ്വപ്നങ്ങൾക്കും ഭരണ ദൗത്യങ്ങൾക്കും നിറം പകരുന്നത്. തന്റെ ജനതയുടെ വേദനകൾ നേരിട്ടറിഞ്ഞ ആ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് വിശ്വനാഥൻ സംസാരിക്കുന്നു. ഇതാണ് എൻ്റെ വീട്. അച്ഛനും അമ്മയും ഭാര്യയും 2 മക്കളും കുട്ടികളടക്കം പെങ്ങളും താമസിക്കുന്നുണ്ട്. വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ട കുടുംബാംഗങ്ങളാണ്, വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഞങ്ങൾക്കൊരു ഫീലായി തോന്നിയിട്ടില്ല. കാരണം ഇവിടെ ഈ കുരുന്തൻ ഉന്നതി എന്നാണ് ഈ ഉന്നതിയുടെ പേര് തന്നെ. ഞങ്ങൾക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ വയനാട്ടിലുള്ള കൽപ്പറ്റ മുനിസിപ്പാലിറ്റിക്കകത്തുള്ള ഒരുപാട് കുടുംബങ്ങൾക്കുണ്ട്. അതിനൊക്കെ ഒരു മോചനം വരണം എന്നതാണ് എൻ്റെ സ്വപ്നം. എന്ത് പ്രശ്നമുണ്ടായാലും ജാതിയോ മതമോ നോക്കാതെ ജനങ്ങളിലേക്ക് ഓടിയെത്തുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ കണ്ടാണ് വിശ്വനാഥന് ഈ മേഖലയിലേക്ക് വരാൻ താല്പര്യം തോന്നിയത്. സാധാരണക്കാരൻ്റെ വേദനകൾക്ക് പരിഹാരം കാണാൻ അധികാരം ഒരു വഴിയാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം വ്യക്തമാക്കുന്നു. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുമെന്നും പിന്നോക്ക വിഭാഗങ്ങളെ സ്വയം പര്യാപ്തരാക്കുമെന്നുമാണ് വിശ്വനാഥൻ്റെ പക്ഷം. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് കൽപ്പറ്റയുടെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഏറ്റവും വലിയൊരു വികസന നേട്ടം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ എന്നെപ്പോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുപാട് കുടുംബാംഗങ്ങൾ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിക്കകത്ത് തിങ്ങിപ്പാർക്കുന്നുണ്ട്. 2-3 കുടുംബാംഗങ്ങളായിട്ടൊക്കെ ഒരു വീടിനകത്ത് തിങ്ങിപ്പാർക്കുന്നുണ്ട്. അവരുടെയൊക്കെ വീടും അതുപോലെ തന്നെ ഭൂമി, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ മുന്നിലേക്കുണ്ട്. കേരള സർക്കാരിൻ്റെ സഹായത്തോടു കൂടി അവരെയെല്ലാം മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട്. ഇപ്പോഴും ആദിവാസി ജനവിഭാഗങ്ങളടക്കം എന്ത് കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അതിൽ നിന്നെല്ലാം അവർ സ്വയം മുന്നോട്ട് വരുന്ന രീതിയിലേക്ക് അവരെ പ്രാപ്തരാക്കണം എന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അതിനുവേണ്ടി ഏത് സമയത്തും എന്നെ ആർക്കും വേണമെങ്കിലും സമീപിക്കാം. വിശ്വനാഥന്റെ ഈ വലിയ വിജയത്തിൽ ഇന്ന് ഏറെ വികാരധീയനായി നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ പിതാവാണ്. കഷ്ടപ്പാടുകൾക്കിടയിലും മകനെ ഈ നിലയിൽ എത്തിക്കാൻ സാധിച്ചതിലുള്ള അഭിമാനം ആ പിതാവിന്റെ കണ്ണുകളിൽ കാണാം. മകന്റെ ഉയർച്ചയെക്കുറിച്ചും നാടിന്റെ അംഗീകാരത്തെക്കുറിച്ചും പറയുമ്പോൾ തികച്ചും വികാരനിർഭരമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. എനിക്ക് സന്തോഷമുണ്ട്. നല്ലൊരു കഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ ആയി വരാൻ കുറേ ബുദ്ധിമുട്ടി അങ്ങനെയൊക്കെ ആയി കിട്ടാൻ. മാതാപിതാക്കളും ഭാര്യയും 2 മക്കളും അടങ്ങുന്നതാണ് വിശ്വനാഥന്റെ ലളിതമായ കുടുംബം. ഔദ്യോഗിക പദവികൾക്കിടയിലും തൻ്റെ പഴയ സുഹൃത്തുക്കളെ വിശ്വനാഥൻ മറന്നില്ല. സഹപാഠികൾ ഒരുക്കിയ ചടങ്ങിൽ അവരോടൊപ്പം ചേർന്ന് അദ്ദേഹം ആലപിച്ച ഗാനം ഏറെ വൈകാരികമായിരുന്നു. ശാരീരിക അസ്വസ്ഥതകൾക്കിടയിൽ ശബ്ദമടഞ്ഞും ഇടറിയുമാണ് അദ്ദേഹം പാടിയതെങ്കിലും ആ വരികളിലെ വികാരം അവിടെ കൂടിയവരുടെ ഉള്ളുലയ്ക്കുന്നതായിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട തൻ്റെ ജനതയെക്കുറിച്ച്, ആദിവാസികളുടെ അതിജീവനത്തെക്കുറിച്ച് അദ്ദേഹം പാടിയപ്പോൾ അതൊരു നാടിൻ്റെ തന്നെ വേദനയായി മാറി. നീനി കറുത്താലും ഞങ്ങള് ഉള്ളുവെളുത്തിട്ട വിത്തു വിതച്ചോര വിളവിനു കാവലിരുന്നോരാ വിത്തു വിതച്ചോര വിളവിനു കാവലിരുന്നോരാ
കറ്റമേതിച്ചോര ഒരു പിടി വറ്റു കൊതിച്ചോര കറ്റമേതിച്ചോര ഒരു പിടി വറ്റു കൊതിച്ചോര. ഭരണത്തിന്റെ ഗൗരവവും സാധാരണക്കാരന്റെ കരുതലും ഒരുപോലെ കൈമുതലാക്കിയ പി വിശ്വനാഥൻ കൽപ്പറ്റയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകുകയാണ്. വികസനത്തിന്റെ പുതിയ പാതകൾ അദ്ദേഹം വെട്ടിത്തുറക്കുമെന്ന് ഓരോ പൗരനും പ്രതീക്ഷിക്കുന്നു. അടിസ്ഥാന വർഗത്തിന്റെ അവകാശ പോരാട്ടങ്ങൾക്ക് കരുത്ത് പകരുന്നതാണ് വിശ്വനാഥന്റെ ഈ പുതിയ പദവി. കൽപ്പറ്റ നഗരസഭയുടെ വികസനത്തോടൊപ്പം തന്നെ തൻ്റെ ജനതയുടെ ഉന്നമനം കൂടി ലക്ഷ്യമിട്ടാണ് വിശ്വനാഥന്റെ പ്രവർത്തനം. കൽപ്പറ്റയിൽ നിന്നും ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്.